വിശദമായ വാർത്തകളിലേക്ക്. കുളച്ചൽ പദ്ധതി വരുന്നതോടെ വിഴിഞ്ഞത്തിനുണ്ടാകുന്ന ആശങ്ക പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. കുളച്ചൽ പദ്ധതി യുക്തിരഹിതവും അശാസ്ത്രീയവുമാണെന്നും സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കുളച്ചൽ വിഴിഞ്ഞത്തിന്റെ കൊലക്കയറാകുമെന്ന് എം വിൻസെന്റ് MLA ആശങ്ക അറിയിച്ചു. കുളച്ചൽ അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്രം അനുമതി നൽകിയതിൽ സംസ്ഥാനത്തിന് വലിയ ആശങ്കയുണ്ട്. ഇത് നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് വിഴിഞ്ഞത്തിലുള്ള ആശങ്ക അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. കുളച്ചൽ പദ്ധതി തീർത്തും യുക്തിരഹിതവും അശാസ്ത്രീയവുമാണെന്നും മുഖ്യമന്ത്രി സബ്മിഷന് മറുപടി നൽകി. കുളച്ചലിന് അനുമതി നൽകിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആശങ്ക വ്യക്തമാക്കിക്കൊണ്ട്, സംസ്ഥാനത്തിന്റെ ആശങ്ക വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടുത്ത ദിവസം പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ സമയവും അവസരവും ചോദിച്ചിട്ടുമുണ്ട്. ഈ മാസം 17 ചേരുന്ന MP-മാരുടെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. പാർലമെന്റിലും വിഷയം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലാൻഡ് ലോഡ് മാതൃകയിൽ നിന്നും വിഴിഞ്ഞം പദ്ധതി PPP മാതൃകയിലേക്ക് മാറിയതുകൊണ്ട് സർക്കാരിന് മുൻതൂക്കം നഷ്ടമായി. എന്നാൽ 1000 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ സൌകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുളച്ചൽ വിഴിഞ്ഞം പദ്ധതിയുടെ കൊലക്കയറായി മാറുമെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച M വിൻസെന്റ് പറഞ്ഞു. വിഴിഞ്ഞത്തിലെ ആശങ്ക പരിഹരിക്കാനായി സർവകക്ഷി യോഗം വിളിക്കണമെന്നും സംസ്ഥാനത്ത് നിന്നുള്ള സർവകക്ഷി സംഘം കേന്ദ്ര സർക്കാരിനെ കാണണമെന്നും വിൻസെന്റ് ആവശ്യപ്പെട്ടു. നിയമസഭയിൽ നിന്നും S ഷീജ. കുളച്ചൽ പദ്ധതി വരുന്നതോടെ വിഴിഞ്ഞത്തിനുണ്ടാകുന്ന ആശങ്ക പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടറിയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. കുളച്ചൽ പദ്ധതി യുക്തിരഹിതവും അശാസ്ത്രീയമാണെന്നും സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കുളച്ചൽ വിഴിഞ്ഞത്തിന്റെ കൊലക്കയറാകുമെന്ന് എം വിൻസെന്റ് MLA ആശങ്ക അറിയിച്ചു. 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഭീകരാക്രമണങ്ങളുടെ നടുക്കുന്ന ഓർമ്മകൾ പൂർണ്ണമായും മാറുന്നതിന് മുമ്പാണ് ഒരിക്കൽ കൂടി ഫ്രാൻസ് ചോരക്കളമാകുന്നത്. ക്ഷമിക്കണം, ആ വാർത്ത മാറിപ്പോയതിൽ മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവർക്കായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യ ഇറാന്റെ സഹായം തേടി. കാസർഗോഡ് ജില്ലക്കാരായ 17 പേർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. ഇവരെ കണ്ടെത്താനാണ് ഇറാന്റെ സഹായം തേടിയത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കാണാതായ 17 പേർ 2 സംഘങ്ങളായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇവർ പിന്നീട് എങ്ങോട്ട് നീങ്ങിയെന്നോ അതോ ഇറാനിൽ തന്നെയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇവരെ കണ്ടെത്താനാണ് കേന്ദ്ര ഇന്റലിജൻസ് ഇറാന്റെ സഹായം തേടിയത്. കാണാതായവരുടെ വിശദാംശങ്ങൾ ഇന്ത്യ ഇറാന് കൈമാറി. വിമാനത്താവളങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പരിശോധിച്ച് ഇവർ എങ്ങോട്ട് നീങ്ങിയെന്ന കാര്യം അറിയിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മസ്കറ്റ്, ദുബായ് എന്നീ രാജ്യങ്ങൾ വഴിയാണ് 17 പേർ ടൂറിസ്റ്റ് വിസയിൽ ടെഹ്റാനിലെത്തിയത്. ഇറാനിൽ നിന്നും ഇവർ IS കേന്ദ്രമായ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലെ കേറാസിൻ പ്രവിശ്യയിലുള്ള IS കേന്ദ്രത്തിലേക്കോ നീങ്ങിയിട്ടുണ്ടാകും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കാണാതായ മലയാളികളുടെ IS ബന്ധം ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉന്നതതല യോഗം അന്വേഷണത്തിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ധാക്ക ഭീകരാക്രമണത്തിന് താൻ പ്രചോദനമായിട്ടില്ലെന്ന് ഇസ്ലാം മതപ്രഭാഷകൻ സാക്കിർ നായിക്. തനിക്കെതിരെ മാധ്യമ വിചാരണ നടക്കുന്നു. ഭീകരതയെ താൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും അപലപിക്കുന്നുവെന്നും സാക്കിർ നായിക് പറഞ്ഞു. സൗദി അറേബ്യയിലുള്ള സാക്കിർ നായിക് സ്കൈപ്പ് വഴി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. Any inquiry, any official government authority wants, I am willing to cooperate 100%. I will answer any query, and if I can catch any terrorist anywhere in the world, whether India or outside India, who is killing innocent human beings, it will be my pleasure to cooperate, because I condemn the killing of all innocent human beings. I would like the media to hear this, and I've said this in my lecture more than 1,000 times, that killing innocent people is prohibited, and I have never encouraged any time in my life, even a single time, for anyone to kill any innocent human being, and I hope that is it. പ്രേംലാൽ നൽകും മുംബൈയിൽ നിന്നും വിവരങ്ങൾ. പ്രേംലാൽ, ഒടുവിൽ സ്കൈപ്പിലൂടെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സാക്കിർ നായിക് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാവിലെയാണ് മുംബൈയിൽ പല പ്രതിരോധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ദക്ഷിണ മുംബൈയിലെ മസ്ഗാവ് ഹാളിൽ ഒരുക്കിയ സ്കൈപ്പ് സാങ്കേതിക സംവിധാനം വഴി ഡോക്ടർ നായിക് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചത്. കഴിഞ്ഞ 25 വർഷമായി മതപ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണെന്നും തീവ്രവാദത്തെ താൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും പറഞ്ഞാണ് ഡോക്ടർ നായിക് പത്രസമ്മേളനത്തിന് ആരംഭം കുറിച്ചത്. തന്നെ ഭീകരതയെ താൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഡോക്ടർ നായിക് സ്കൈപ്പ് വഴി നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. യുദ്ധതന്ത്രമെന്ന നിലയിൽ മാത്രമാണ്
ചാവേർ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. നിലവിലുള്ള 30 ആരോപണങ്ങൾക്കുള്ള മറുപടികൾ അടങ്ങുന്ന പെൺഡ്രൈവ് മാധ്യമങ്ങൾക്ക് കൈമാറുമെന്നും ഡോക്ടർ നായക് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. സൗദിയിൽ നിന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്കൈപ്പ് വഴി സംസാരിച്ചത്. മനു പ്രേംലാലാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സാക്കിർ നായിക് സൗദിയിൽ നിന്നും സ്കൈപ്പ് വഴി മുംബൈയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടു. ഫ്രാൻസിൽ വീണ്ടും ഭീകരാക്രമണം. നീസിൽ ദേശീയ ദിനാഘോഷത്തിനിടെ ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയും ട്രക്കോടിച്ച് കയറ്റുകയുമായിരുന്നു ഭീകരർ. 80ഓളം പേർ കൊല്ലപ്പെട്ടു, 100 പേർക്ക് പരിക്കേറ്റു. ഭീകരരായ 2 പേരെയും പോലീസ് വധിച്ചു. ഫ്രാൻസിൽ 3 മാസത്തേക്ക് കൂടി അടിയന്തരാവസ്ഥ നീട്ടി. 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഭീകരാക്രമണങ്ങളുടെ നടുക്കുന്ന ഓർമ്മകൾ പൂർണ്ണമായും മാറുന്നതിനു മുമ്പാണ് ഒരിക്കൽ കൂടി ഫ്രാൻസ് ചോരക്കളമാകുന്നത്. ദേശീയ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങുകയെന്ന ജനക്കൂട്ടത്തിന് നേരെ ഭീകരർ ട്രക്ക് ഓടിച്ച് കയറ്റുകയായിരുന്നു. ട്രക്കിലുണ്ടായിരുന്നവർ വെടിയുതിർത്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ട്രക്കിനുള്ളിൽ തോക്കുകളും ഗ്രനേഡുകളും കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അമിത വേഗത്തിലായിരുന്ന ട്രക്ക് ജനങ്ങളെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം 2 കിലോമീറ്ററോളം സഞ്ചരിച്ചു. ആക്രമണത്തിനിരയായ നിരവധി പേരുടെ മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2015 ജനുവരിയിൽ ചാർലി ഹെബ്ദോവാരിയുടെ ഓഫീസിന് നേരെയുണ്ട ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. 8 മാസം മുമ്പ് പാരീസിൽ നടന്ന സ്ഫോടനങ്ങളും വെടിവയ്പ്പിലും 130 പേരാണ് മരിച്ചത്. സംഭവത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസെ ഒലോദ് അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ആക്രമണ സ്ഥലം സന്ദർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് ആരോപിച്ചു. രാജ്യം ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിൽ അടിയന്തരാവസ്ഥ 3 മാസത്തേക്ക് കൂടി നീട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്. മതവിശ്വാസത്തിലുള്ള തീവ്രതയാണ് കാസർഗോഡ് ജില്ലയിലെ പടന്ന തൃക്കരിപ്പൂർ പ്രദേശങ്ങളിൽ നിന്ന് 17ഓളം യുവതിയുവാക്കൾ കുടുംബത്തോടൊപ്പം നാട് വിട്ടുപോകാൻ കാരണമായതെന്നാണ് ഇവരുടെ ബന്ധുക്കൾ കരുതുന്നത്. IS സ്വാധീനവും സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവർ ഭീകരപ്രവർത്തനത്തോട് താൽപര്യം കാണിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രാചീന രീതിയിലുള്ള മതവിശ്വാസത്തിനും ജീവിത രീതികൾക്കും ഇവർ മുൻതൂക്കം നൽകിയിരുന്നതായും അടുപ്പമുള്ളവർ പറയുന്നു. കാസർഗോഡ് ജില്ലയിലെ പടന്ന തൃക്കരിപ്പൂർ മേഖലകളിൽ നിന്ന് നാടുവിട്ടുപോയവരിൽ പലർക്കും തീവ്ര മതവിശ്വാസമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടുത്തെ ആചാരവിശ്വാസ രീതികൾ അനിസ്ലാമികമെന്ന് വിലയിരുത്തിയ ഇവർ പരിഷ്കൃത സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന യമനിലെ ദമ്മാജിലെ ജീവിത രീതിയോട് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് പടനയിൽ നിന്നും നാടുവിട്ടുപോയ ഹഫീസുദ്ദീന്റെ മാതൃസഹോദരൻ അബ്ദുൾ സലാം പറഞ്ഞു. ശക്തമായ രീതിയിലുള്ള വിശ്വാസത്തിലേക്ക് പെട്ടെന്നാണ് കയറിപ്പോയത്. നമ്മുടെ നാട്ടിലെ വിശ്വാസവും അവരെ വിശ്വാസവും തമ്മിൽ ഒരു വിധത്തിലും യോജിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. അത് വീട്ടിലായാലും ഏത് പള്ളിയിലായാലും അവർ പോകുന്ന പള്ളി പോലും അവർക്ക് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളിയിലും ഒരാഴ്ചയാണ്. അതിനപ്പുറം അത് കഴിഞ്ഞാൽ അടുത്ത വേറൊരു പള്ളിയിൽ പോകും. പടന്ന തൃക്കരിപ്പൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള പലരും കുടുംബസമേതമാണ് നാടുവിട്ടത്. ഇവരിൽ ഗർഭിണികളും കുട്ടികളുമുണ്ട്. ഡോക്ടർ ഇജാസിന്റെ ഭാര്യ റിഫൈല BDS അവസാന വർഷ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നിലവിലുള്ള വിശ്വാസ രീതിയിൽ നിന്നും മാറി ചിന്തിച്ച ഇവർ ആക്രമണത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ പാതയിലായിരുന്നില്ലെന്നും മറ്റു മതങ്ങളോട് സ്പർദ്ധ പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഇസ്ലാമിക രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു ഇതല്ല എന്നുള്ള രീതിയാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമ്മൾ തികച്ചും പഴയ കാല 7ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ ബാക്കോട്ട് പോകണമെന്നാണ്. എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ വെറുപ്പിച്ചതായിട്ടോ ഇന്നേ വരെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവരുടെ ഇവിടുന്നല്ല പോക്ക് IS അല്ല തോക്കോ വടിയോ അതായിരിക്കില്ല. അവിടുന്ന് എത്തിപ്പെട്ടിട്ട് ബ്രെയിൻ വാഷിലൂടെ എവിടെയെങ്കിലും എത്താനുള്ള സാധ്യതകളൊക്കെ സമയം പോകുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് വിശ്വാസക്കാരാണ് ഞങ്ങൾ. നാടുവിട്ടവരുടെ സന്ദേശങ്ങളിലും വിശ്വാസ തീവ്രതയാണ് പ്രതിഫലിക്കുന്നത്. ഇത് ഇവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആഭ്യന്തര യുദ്ധം ശക്തമായ ദക്ഷിണ സുഡാനിൽ നിന്നുള്ള ആദ്യ സംഘം തിരുവനന്തപുരത്തെത്തി. മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്വീകരിച്ചു. മലയാളികൾ ഉൾപ്പെടുന്ന 2ാമത്തെ സംഘം അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. പുലർച്ചെ 4 മണിക്ക് സുഡാൻ തലസ്ഥാനമായ ജുബയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ 38 മലയാളികളെ സ്വീകരിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടെത്തി. സംസ്ഥാന നോർക്ക വകുപ്പ് ഇവർക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വളരെ സന്തോഷം. ജീവിതം ഓക്കെയായിരുന്നു. ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ചൊരു പ്രശ്നം മാത്രം. വിമാനത്തിലെത്തുന്ന യാത്രക്കാർക്കായി KSRTC ബസ്, ട്രെയിൻ എന്നിവ തയ്യാറാക്കിയിരുന്നു. ലഘുഭക്ഷണവും ഹോട്ടലുകളും എല്ലാവർക്കും തയ്യാറാക്കിയിരുന്നു. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് സുഡാനിലേക്ക് പോയിരുന്നു. ഇദ്ദേഹം നേരിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
തിരികെ വാർത്തകളിലേക്ക്. VS അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കാനുള്ള ഭേദഗതി ബില്ലിന്റെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടിലും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് തടസ്സവാദം ഉന്നയിച്ചത്. ബില്ലിൽ മാറ്റങ്ങൾ വരുത്താതെയാണ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ബില്ല് നിയമസഭ ചൊവ്വാഴ്ച പാസാക്കും. VS അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കാനുള്ള 2016 നിയമഭേദഗതി ബില്ലായ അയോഗ്യത നീക്കം ചെയ്യൽ ബിൽ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി AK ബാലൻ നിയമസഭയിൽ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടത്. നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടിലും പ്രതിപക്ഷത്തിന്റെ തടസ്സവാദം ഉൾപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് റിപ്പോർട്ടിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. നിയമനിർമ്മാണം സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നിയമനം ബജറ്റ് പ്രസംഗത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്നും പൊതുപണത്തിന്റെ ദുർവിനിയോഗമാണെന്നും പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പിൽ പറയുന്നു. VS അച്യുതാനന്ദനെ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരട്ടപ്പദവി പ്രശ്നം മറികടക്കാനായാണ് അയോഗ്യത നീക്കം ചെയ്യൽ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഭേദഗതി ചൊവ്വാഴ്ച നിയമസഭ പാസാക്കും. ഇതോടെ 4ാം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാകാൻ VS അച്യുതാനന്ദൻ യോഗ്യനാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുല്ലപ്പെരിയാറിൽ നിയമസഭയും സർവകക്ഷി യോഗവും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. വ്യത്യസ്തമായ പ്രസ്താവന തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പുതിയ മദ്യനയത്തിനു ശേഷം ലഹരി ഉപയോഗം വർദ്ധിച്ചതായും എക്സൈസ് മന്ത്രി നിയമസഭയെ അറിയിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ നിയമസഭയും സർവകക്ഷി യോഗവും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും വ്യത്യസ്തമായ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ രേഖാമൂലം അറിയിച്ചു. എന്നാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായമില്ലെന്ന് PT തോമസ് MLA വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് പരസ്പര വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, വസ്തുതകളെ ജനമധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൂടിയാണ്. കേരള സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, ഫോക്ലോർ അക്കാദമി എന്നിവയുടെ പുനഃസംഘടന ഉടൻ നടത്തുമെന്ന് സാംസ്കാരിക മന്ത്രി AK ബാലൻ വ്യക്തമാക്കി. ഫിലിം ഫെസ്റ്റിവൽ മാതൃകയിൽ അന്താരാഷ്ട്ര നാടകോത്സവം സമുചിതമായി നടത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി സഭയെ അറിയിച്ചു. പുതിയ മദ്യനയത്തിനു ശേഷം ലഹരിയുടെ ഉപഭോഗം വർദ്ധിച്ചതായി എക്സൈസ് മന്ത്രി നിയമസഭയിൽ വെച്ച കണക്കുകൾ വ്യക്തമാക്കി. 2013 മുതൽ 3585 കേസുകൾ എക്സൈസ് രജിസ്റ്റർ ചെയ്തു. 2640 കിലോ കഞ്ചാവ് ഈ കാലയളവിനിടയിൽ പിടികൂടിയതായും ഹാഷിഷ്, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ എന്നിവയുടെ ഉപഭോഗം വർദ്ധിച്ചതായും നിയമസഭയിൽ വെച്ച കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മോർഫിൻ, പെത്തഡിൻ, ഡയസപ്പാം എന്നീ മരുന്നുകൾ ലഹരിക്കായി വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇത്തരം മരുന്നുകൾ ആവശ്യക്കാർക്ക് നൽകരുതെന്ന കർശനമായ നിർദ്ദേശം ഡ്രഗ് കൺട്രോളർക്കും മെഡിക്കൽ ഷോപ്പുകൾക്കും നൽകിയതായും മന്ത്രി TP രാമകൃഷ്ണൻ സഭയെ അറിയിച്ചു. കുടിയേറ്റ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ 53,136 അന്യസംസ്ഥാന തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തതായും തൊഴിലാളികളുടെയും കരാറുകാരുടെയും താൽപര്യക്കുറവ് മൂലം പ്രതീക്ഷിച്ച രീതിയിൽ രജിസ്ട്രേഷൻ മുൻപോട്ട് പോകുന്നില്ലെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി കോർപ്പറേഷൻ മേയർക്കെതിരെ മന്ത്രി G സുധാകരൻ കോർപ്പറേഷൻ റോഡുകൾ ശരിയാക്കിയിട്ട് വേണം PWD റോഡുകളെ കുറ്റപ്പെടുത്താനെന്നും കൊച്ചിയിലെ പൊതുമരാമത്ത് റോഡുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി മേയർ ഒരു ലിസ്റ്റ് ഇതുവരെ തന്നില്ലല്ലോ. ഇത് പറഞ്ഞ കൊച്ചി മേയർ ഒരു കത്ത് പോലും എഴുതിയില്ലല്ലോ. അപ്പോൾ കൊച്ചി മേയർ പറഞ്ഞത് ശരിയാണെന്നുള്ളത് എനിക്ക് പരിശോധിക്കാൻ പറയാൻ പറ്റും. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഹൈക്കോടതി കേസ് വന്നില്ലേ, ഞാൻ എടുത്തു. PWD വളരെ കുറച്ചേ ഉള്ളൂ, ഇവരുടേതാണെന്നാണ്. PWD അവരിങ്ങോട്ട് ഒരു ലിസ്റ്റ് പോലും തരുന്നില്ലല്ലോ. അപ്പം മേയർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവിടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അവർ ലിസ്റ്റ് എനിക്ക് തരിക. PWD ആണെങ്കിൽ ഞാൻ മഴ കഴിഞ്ഞ് ചെയ്യാം, എനിക്ക് തക്കമൊന്നുമില്ല. മേയർ പറയുന്നത് ചെയ്യാം. പക്ഷെ അവരത് പറയണ്ടേ, അവരൊന്നും പറഞ്ഞില്ലല്ലോ. അവർ ഔദ്യോഗികമായിട്ടങ്ങ് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിലുണ്ടോ? കലക്ടർക്കല്ല, ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ മേയർ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടുതൽ PWD അല്ല, PWD റോഡ് വരുത്തില്ല. കൂടുതലായിട്ട് കോർപ്പറേഷൻ ഒരിക്കലും മെജോറിറ്റി റോഡ് PWD വരാൻ പറ്റില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ മണിയംപിള്ളയെ കൃത്യനിർവഹണത്തിനിടെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആഡ് ആന്റണിയുടെ വിധി പറയുന്നത് ഈ മാസം 20 മാറ്റി. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മാറ്റിയത്. വിചാരണ തുടങ്ങി 1 മാസം കൊണ്ട് വാദം പൂർത്തിയാക്കി വിധി പറയുന്ന അപൂർവം കൊലക്കേസുകളിൽ ഒന്നാണിത്. ജില്ലാ സെഷൻസ് ജഡ്ജി ജോർജ് മാത്യു ആണ് വിധി പറയുക.